ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിലെ റിയാദിൽ വാഹനഗതാഗതം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 11 പ്രവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡിൽ വെച്ച് വഴക്കിടുകയും വാഹനഗതാഗതം തടസ്സപ്പെടുത്തുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനുമാണ് അറസ്റ്റ്. 10 ബംഗ്ലാദേശികളാണ് പിടിയിലായതെന്നും പോലീസ് അറിയിച്ചു. ഈ സംഭവം മൊബൈലിൽ പകർത്തിയ മറ്റൊരാളെയും പോലീസ് പിടികൂടി. രാജ്യത്തെ സൈബർ ക്രൈം വിരുദ്ധ നിയമം ലംഘിച്ച് വീഡിയോ ക്യാമറയിൽ ചിത്രം പകർത്തിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കേസ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്തതായും പോലീസ് വ്യക്തമാക്കി. അതേസമയം സംഭവം കൃത്യമായി എപ്പോഴാണ് സംഭവിച്ചതെന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും റിയാദ്, ഖസീം പ്രവിശ്യകളിലും കനത്ത ചൂട് തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഉയർന്ന താപനിലയ്ക്കൊപ്പം ചില സ്ഥലങ്ങളിൽ കാറ്റിനും സാധ്യതയുണ്ട്. റിയാദിലെ കഴിഞ്ഞ ദിവസത്തെ താപനില 48 ഡിഗ്രി സെൽഷ്യസ് ആണ്. റിയാദ് മേഖലയിലെ മിക്ക ഭാഗങ്ങളിലും 47 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതായും ചില ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം ബാധിക്കുന്നുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മക്കയിലും മദീനയിലും പരമാവധി താപനില 43 ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ദമാമിൽ 47 ഡിഗ്രിയും അൽ അഹ്സയിൽ 44 ഡിഗ്രിയുമാണ് രേഖപ്പെടുത്തിയത്. നജ്റാൻ, ജീസാൻ, അസീർ മേഖലകളുടെ ചില ഭാഗങ്ങളിൽ മിന്നലോട് കൂടിയ മഴയും കാറ്റും രൂപപ്പെടാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയും ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനവുമായി കുവൈറ്റ്. രാജ്യത്തെ സഹകരണ സംഘങ്ങൾ, സെൻട്രൽ മാർക്കറ്റുകൾ തുടങ്ങി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസുള്ള പെസ്റ്റ് ആൻഡ് റോഡൻസ് നിയന്ത്രണ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടണമെന്നതാണ് പുതിയ നിയമം. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നും ബിസിനസ് ലൈസൻസുകൾ നേടുന്നതിനും അവ പുതുക്കുന്നതിനും ഈ നിബന്ധന പാലിച്ചിരിക്കണം. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഭക്ഷ്യ ബിസിനസ്സുകൾക്കുമേലുള്ള പുതിയ ലൈസൻസിംഗ് മാനദണ്ഡങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ അറിയിച്ചു. ആരോഗ്യത്തിന് കാര്യമായ അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്രാണികളുടെയും എലികളുടെയും ആക്രമണം തടഞ്ഞ് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന പെസ്റ്റ് കൺട്രോൾ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുന്നതോടെ അംഗീകൃത കീടനാശിനികളും വസ്തുക്കളും മാത്രമേ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനും അതുവഴി ആരോഗ്യപരമായ അപകടങ്ങൾ കുറയ്ക്കാനും സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് കുറച്ചു ദിവസമായി കുറഞ്ഞു നിന്ന താപനില വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉയർന്ന താപനില ഹംറ അൽ ദുറൂബ് പ്രദേശത്താണ് റിപ്പോർട്ട് ചെയ്തത്. 47.5 ഡിഗ്രി സെൽഷ്യസ്. സുനൈനയിൽ 46.7 ഡിഗ്രി സെൽഷ്യസും ഫഹൂദിൽ 46.5 ഡിഗ്രിയും ദമാവത്തയിൽ 46.4 ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി. മക്ഷിൻ, അൽ ഖാമിൽ, അൽ വാഫി, ബുറൈമി, ഇബ്രി പ്രദേശങ്ങളിലും 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില റിപ്പോർട്ട് ചെയ്തത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാങ്കേതിക പ്രശ്നം നേരിട്ടതിനെ തുടർന്നുണ്ടായ വ്യോമയാന മേഖലയിലെ പ്രയാസങ്ങൾ തുടരുന്നു. മസ്കറ്റിൽ നിന്നും ഇന്നലെ കേരള സെക്ടറുകളിലേക്കുള്ള വിവിധ സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റീഷെഡ്യൂൾ ചെയ്തു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് വിമാനങ്ങൾ നിരന്തരം റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നതിനാൽ യാത്ര ചെയ്യുന്നവർ നേരത്തെ എയർലൈൻ ഓഫീസ് അല്ലെങ്കിൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിമാന ഷെഡ്യൂൾ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ട്രാവൽ മേഖലയിലുള്ളവർ ആവശ്യപ്പെട്ടു. അധിനിവേശ ഭരണകൂടത്തിന്റെ നടപടികളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായത്തെ ഒമാൻ ശക്തമായി പിന്തുണച്ചു. പലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന അന്താരാഷ്ട്ര പ്രമേയങ്ങളും കൺവെൻഷനുകളും ഉയർത്തിപ്പിടിക്കാനും നടപ്പിലാക്കാനും ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി 1967 അതിർത്തികൾ അനുസരിച്ചുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശം നൽകണമെന്ന നിലപാടും സുൽത്താനേറ്റ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവുകളെ സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അൽ ഖ്വൈറിൽ വരുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം 54-ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യും.
അൽഖ്വയർ സ്ക്വയർ എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കറ്റ് നഗരസഭയുടെ കീഴിൽ ജിൻഡൽ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുക്കുക. പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, വാക്കിംഗ് സൈക്ലിംഗ് പാതകൾ, ഔട്ട്ഡോർ ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, സ്കേറ്റ് പാർക്ക് തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾക്കൊള്ളും. ശുചിമുറികൾ, ഒരേ സമയം 100-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാണ്. അതോടൊപ്പം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി കൊടിമരം മാറും. 135 ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുക. കൊടിമരത്തിൽ സ്ഥാപിക്കുന്ന ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയുമുണ്ടാകും. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനം ഇതിലുണ്ടാകും. ഒമാന്റെ വിഷൻ 2040 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ സഹകരണമാണ് ഈ പദ്ധതി അടയാളപ്പെടുത്തുന്നത്. ആവശ്യമായ എഞ്ചിനീയറിംഗ് പഠനങ്ങൾ പൂർത്തിയാക്കിയും അനുമതികൾ നേടിയുമാണ് അൽഖ്വയർ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ സ്വർണ്ണവില ഇനിയും കുറയാൻ സാധ്യത. പോയ ആഴ്ചയിലെ വില കുത്തനെ കയറിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നു. 24 ക്യാരറ്റ് ഗ്രാമിന് 30.5 റിയാലും 22 ക്യാരറ്റിന് 29 റിയാലും എന്നിങ്ങനെയായി. ആഗോളതലത്തിൽ കഴിഞ്ഞ ആഴ്ച വിലയിൽ ശക്തമായ കുതിച്ചുകയറ്റം ഉണ്ടായിരുന്നു. പഴയ കറൻസികൾ ഈ വർഷം തന്നെ മാറ്റിയെടുക്കണമെന്ന നിർദ്ദേശവുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. 2020 മുമ്പ് പുറത്തിറക്കിയ നോട്ടുകൾ മാറ്റിസ്ഥാപിക്കാൻ പൊതുജനങ്ങൾക്ക് 5 മാസത്തെ ഗ്രേസ് പീരീഡ് ബാക്കിയുണ്ടെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. 2024 ഡിസംബർ 31-നകം ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അതിനുശേഷം സമയം അനുവദിക്കില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. അടുത്ത വർഷം ജാനുവരി 1 മുതൽ പഴയ നോട്ടുകൾ നിയമപരമായ കറൻസികളായി പരിഗണിക്കില്ല. പഴയ നോട്ടുകൾ സൗകര്യപൂർവ്വം മാറ്റിയെടുക്കാനും അവസാന നിമിഷത്തെ തിരക്കും അസൗകര്യവും ഒഴിവാക്കാനും പൊതുജനം സഹകരണം ആവശ്യമാണ്. അതിനാൽ അവസാനത്തേക്ക് കാത്തുനിൽക്കാതെ പഴയ നോട്ടുകൾ കൈവശമുള്ള എല്ലാവരും നേരത്തെ തന്നെ അവ ബാങ്കിലെത്തിച്ച് പുതിയ കറൻസികൾ സ്വന്തമാക്കണമെന്നും ബാങ്ക് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. 2024 ജാനുവരി 7-നാണ് ഏതാനും ചില കറൻസികളുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ബാങ്ക് സർക്കുലർ പുറത്തിറക്കിയത്. ഇതുപ്രകാരം സർക്കുലർ തീയതി മുതൽ പരമാവധി 360 ദിവസങ്ങൾക്കുള്ളിൽ അഥവാ 2024 ഡിസംബറിന് ശേഷം അവ വിനിമയത്തിൽ നിന്നും പിൻവലിക്കുന്നതും അതോടെ അവ ടെൻഡർ മൂല്യം ഇല്ലാത്തവയായി മാറുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. 6-ാം ലക്കം നോട്ടുകൾക്ക് മുമ്പുള്ളവയാണ് പ്രചാരത്തിൽ നിന്നും പിൻവലിക്കുന്നത്. 1995-ൽ പുറത്തിറക്കിയ 5-ാം ലക്കം നോട്ടുകൾ, 2000-ൽ പുതുക്കിയ ലക്കം നോട്ടുകൾ, 2005-ലെ 1 റിയാൽ സ്മാരക ബാങ്ക് നോട്ട്, 2010-ൽ ഇറക്കിയ 20 റിയാലിൻ്റെ സ്മരണാർത്ഥമുള്ള ബാങ്ക് നോട്ട്, ഇതിൻ്റെ 2011-ലും 2012-ലും നവീകരിച്ച ലക്കങ്ങളുടെ നോട്ടുകൾ, 2019-ൽ നവീകരിച്ച 50 റിയാൽ ബാങ്ക് നോട്ട് എന്നിവയാണ് പിൻവലിക്കുന്ന കറൻസികൾ.